ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റായിട്ടുള്ള PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് SFIക്ക് പറയാനുള്ളത്, യാതൊരു കാരണവശാലും PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കരുത്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധ്യത്തിൻ്റെയും കേരളത്തിൻ്റെ ജനാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പുണ്യപുരാതനമായ സംഘപരിവാർ കാഴ്ചപ്പാടുകൾക്ക് അടിയറവ് വെക്കുന്ന വിധത്തിലേക്ക് RSS ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിനും ഒരു പൗരസങ്കല്പത്തിനും കേരളത്തിലെ മതനിരപേക്ഷ യുവതയെ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കാൻ അനുവദിക്കാൻ കഴിയില്ലെന്നും യാതൊരു കാരണവശാലും PM ശ്രീയെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ SFI അനുവദിക്കില്ല എന്ന് പറയാൻ കൂടിയാണ് ഇന്നിവിടെ മാധ്യമങ്ങളെ പ്രത്യേകമായി വിളിച്ചിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ MOUമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ MOU ഫ്രീസ് ചെയ്തുകൊണ്ട് സർക്കാർ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങി സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടലിനെ തുടർന്നുണ്ടായ ഘട്ടത്തിൽ കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമായ നിലപാട് ഇടതുപക്ഷം എടുക്കുന്നു എന്നാരോപിച്ചും PM ശ്രീ ചവറ്റുകുട്ടയിലും അറബിക്കടലിലും വലിച്ചെറിയും UDF അധികാരത്തിൽ വന്നാൽ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മുന്നണിയും രാഷ്ട്രീയ പാർട്ടികളുമാണ് അതിൻ്റെ നേതാക്കന്മാർ മന്ത്രിമാരായി ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് PM ശ്രീ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഫ്രീസ് ചെയ്യപ്പെട്ടൊരു പദ്ധതി, നടപ്പിലാക്കാത്തൊരു പദ്ധതി, യാതൊരുവിധ ഭരണഘടനാ ബൈൻഡിങ്ങുമില്ലാതെ, ഒരു നിയമക്കുരുക്കുമില്ലാതെ നടപ്പിലാക്കാൻ യാതൊരുവിധ ബാധ്യസ്ഥതയും UDFന് ഇല്ലെന്നിരിക്കെ ഈ കേരളത്തിലെ സ്കൂളുകളെ സംഘപരിവാറിന്, പൊതുവിദ്യാഭ്യാസത്തെ സംഘപരിവാറിന് എഴുതി കൊടുക്കുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇന്നിപ്പോൾ UDFൽ പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ലീഗാണ്. ലീഗിൻ്റെ നേതാവായിരുന്ന KM ഷാജിയാണ് ഗാന്ധിയെയും നെഹ്റുവിനെയും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉൾപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ റദ്ദ് ചെയ്യുന്ന ഈ പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള NEPയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന PM ശ്രീ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ച അതേ KM ഷാജി മന്ത്രിസഭയിലിരിക്കുന്ന അതേ മന്ത്രിസഭയാണ് PM ശ്രീക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതേ KM ഷാജിയുടെ സഹപ്രവർത്തകൻ N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് PM ശ്രീ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ലീഗ് പ്രവർത്തകരോടാണ്. CH മുഹമ്മദ് കോയയുടെ പേരിലും ബാഫക്കി തങ്ങളുടെ പേരിലും സീതി സാഹിബിൻ്റെ പേരിലുമൊക്കെ ഒരുപാട് സ്കൂളുകൾ നാട്ടിലുണ്ട്. നാളെ PM ശ്രീ സീതി സാഹിബ് സ്കൂൾ, PM ശ്രീ CH മുഹമ്മദ് കോയ സ്കൂൾ, PM ശ്രീ ബാഫക്കി തങ്ങൾ സ്കൂൾ എന്ന് ആ സ്കൂളുകളുടെ പേരുമാറ്റം ഉണ്ടായാൽ എന്താണ് ലീഗുകാരുടെ നിലപാട്? ആ പേരുമാറ്റത്തിന് SFI അനുകൂലമായ നിലപാട് എടുക്കില്ല എന്ന് മാത്രമല്ല, അതിനെ തടയും എന്നുള്ളതാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്. PM ശ്രീയുടെ പേരിൽ ബാഫക്കി തങ്ങളുടെ സ്കൂളിൻ്റെ പേരുമാറ്റം അനുവദിക്കില്ല. സീതി സാഹിബിൻ്റെ പേരിലുള്ള സ്കൂളിൽ PM ശ്രീ എന്ന് ആഡ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. CH മുഹമ്മദ് കോയയുടെ പേരിലുള്ള സ്കൂളിൽ PM ശ്രീ എന്ന് ആഡ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനർത്ഥം കേരളത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനു വേണ്ടി പോരാടിയ മനുഷ്യരുടെ പേരിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ളതാണ്. ആ നിലപാടിന് ശരിവെച്ചു കൊടുക്കുകയാണ് ലീഗ്. മലപ്പുറത്ത് എത്ര സ്കൂളുകൾ അങ്ങനെ പേരുണ്ട്? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ തളിപ്പറമ്പിൽ അങ്ങനെ ഒരു സ്കൂളുണ്ട്. പേര് മാറ്റുന്നതും പെയിൻ്റ് അടിക്കുന്നതും മാത്രമല്ലല്ലോ വിഷയം. അതിനപ്പുറത്തേക്ക് സിലബസ് മാറുന്നു എന്ന പ്രശ്നം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന NCERTയുടെ സിലബസ് നാളെ നമ്മുടെ കുട്ടികൾ പഠിക്കും എന്ന് വെച്ചാൽ ഗാന്ധിയെയും നെഹ്റുവിനെയും അംബേദ്കറെയും ഭഗത് സിംഗിനെയും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെ പൂർണ്ണമായും റദ്ദ് ചെയ്യുന്ന ഇന്നത്തെ സംഘപരിവാറിൻ്റെ ചരിത്രം നാളെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതായി വരും. രാമായണത്തെയും മഹാഭാരതത്തെയും ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം പ്രവർത്തിക്കേണ്ടതെന്നും മനുസ്മൃതിയെ ഭരണഘടനയാക്കി മാറ്റണമെന്നും
വാദിക്കുന്ന സംഘപരിവാർ ബോധ്യത്തിന് അടിസ്ഥാനമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ നാളെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് നഖശികാന്തം SFI എതിർക്കുമെന്ന് മാത്രമല്ല, UDF സർക്കാരിനോട് പറയാനുള്ളത്, ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്കൂളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്കൂളുകളിൽ പേരുമാറ്റവും ഈ പറഞ്ഞ പെയിൻറ്റുമാറ്റവുമായി നിങ്ങൾ വരികയാണെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളത് തടയും എന്നുള്ളതാണ്. SFI നേരിട്ടിറങ്ങി അതിനെ തടയും. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളെ ഞങ്ങൾ നേരിട്ടിറങ്ങി തടയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിൻ്റെ തെരുവോരങ്ങളെ സമരസാന്ദ്രമായി നിങ്ങൾ കാണേണ്ടതായി വരും. രാജ്യത്തെമ്പാടുമുള്ള സംഘപരിവാർ വൽക്കരണത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൊളിച്ചെടുക്കുന്ന ഒരു നിലപാടുമായി രാജ്യത്തെ കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. ആ സമരത്തെ വിജയിപ്പിച്ച പ്രസ്ഥാനമാണ് SFI. ആ സമരത്തെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മറ്റൊരു സംഘപരിവാറുകാരനായ VD സതീശനെ നേരിടേണ്ടതില്ലെങ്കിൽ ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയേ മതിയാകും. ഇവിടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പും വഞ്ചനാപരവും ആത്മഹത്യാപരവുമായ നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുക, തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു നിലപാടെടുക്കുക. ഇവിടെ പല UDF നേതാക്കന്മാരും പറയുന്നത് LDF കാലത്ത് ഒപ്പിട്ടു, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. LDF കാലത്ത് ഒപ്പിട്ട പദ്ധതിയെ MOUയെ ഫ്രീസ് ചെയ്തതാണ്. കേരളത്തിൽ PM ശ്രീ സ്കൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, 1 രൂപ കിട്ടിയിട്ടില്ല. VD സതീശൻ പറഞ്ഞത് PM ശ്രീയുടെ ഭാഗമായി പണം കിട്ടിയെന്നാണ്. എന്നാൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തന്നെ മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്, PM ശ്രീയുടെ ഭാഗമായി 1 രൂപ കേരളത്തിന് കിട്ടിയിട്ടില്ല, PM ശ്രീ നടപ്പിലാക്കിയിട്ടില്ല. ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന്, പൊതുവിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ആദ്യത്തെ കത്ത് വന്നത് PM ശ്രീ നടപ്പിലാക്കേണ്ട പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നാണ്. കഴിഞ്ഞ സർക്കാർ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. ജെബി മേത്തറുടെ ചോദ്യത്തിന് ഉത്തരമായും വഹാബിൻ്റെ ചോദ്യത്തിന് ഉത്തരമായും മന്ത്രിമാർ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കിയിട്ടില്ല, ഒരൊറ്റ സ്കൂൾ PM ശ്രീയുടെ ഭാഗമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, 1 രൂപ കേരളത്തിന് ലഭിച്ചിട്ടില്ല, ക്യാപ്റ്റൻ അബയൻസിൽ വെച്ചിരിക്കുകയാണ്, അത് മാറ്റി വെച്ചിരിക്കുകയാണ്, നടപ്പിലാക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണെന്ന്. അവിടെയാണ് ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് അറബിക്കടലിലും വേസ്റ്റ് ബിന്നിലും സകലതിലും വലിച്ചെറിയുമെന്ന് ജനങ്ങളെ കേവല വാഗ്ധോരണികൾ കൊണ്ട് പറഞ്ഞു പറ്റിച്ച KM ഷാജിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും കോൺഗ്രസും അതിൻ്റെ നേതൃത്വമായിട്ടുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് മറ്റൊരു ടേൺ എടുക്കുന്നത് PM ശ്രീ നടപ്പിലാക്കാൻ ഇവർ തീരുമാനിക്കുന്നു എന്ന് എന്തടിസ്ഥാനത്തിലാണ്? SFI ശക്തമായി അതിനോട് വിയോജിക്കുന്നു എന്ന് മാത്രമല്ല, നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ ഞങ്ങളെ മറികടന്നുകൊണ്ട് വേണം VD സതീശൻ അത് നടപ്പിലാക്കാൻ എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രതിരോധ കോട്ട കെട്ടി വിദ്യാലയങ്ങളുടെ മുന്നിൽ SFI സമരം ഉയർത്തും, ജനങ്ങളെ ഞങ്ങൾ അണിനിരത്തും, ആ സമരത്തിൽ എല്ലാവരും ഉണ്ടാകും എന്നിവർ തിരിച്ചറിഞ്ഞോളണം. അതുകൊണ്ട് ആ നിലയിൽ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും ഈ സർക്കാർ മുതിരരുത് എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം